പാറ്റ ജനതാ പാർട്ടി അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി CJP ജന്തർ മന്തർ 2 തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവർ ഡൽഹിയിൽ ഒരു യോഗം നടത്താൻ തീരുമാനിച്ചു. വോളണ്ടിയർമാരുടെ ആ യോഗത്തിന് ഹാൾ ആദ്യം അവർക്ക് അനുവദിച്ച് കിട്ടി. പക്ഷേ പിന്നെ അവരാരോപിക്കുന്നത്, അഭിജിത്ത് ദീപ്കൻ ടീം ആരോപിക്കുന്നത് BJP സർക്കാർ, ഡൽഹി സർക്കാർ ആ ഹാളിൻ്റെ ഉടമയെ ഭീഷണിപ്പെടുത്തി കൊടുക്കരുത്, കെട്ടിത്തൂക്കൂ എന്നൊക്കെ പറഞ്ഞു. അത് എത്ര കണ്ട് ശരിയുണ്ടെന്നറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ആരോപണം അഭിജിത്ത് ദീപ്കെ വച്ചിട്ടുണ്ട്. BJP സർക്കാരും അല്ലെ BJPയുടെ പ്രവർത്തകർ വന്ന് ഹാളിൻ്റെ, സർക്കാരല്ല BJPയുടെ പ്രവർത്തകർ വന്ന് ഹാളിൻ്റെ ഉടമയെ ഭീഷണിപ്പെടുത്തി കെട്ടിത്തൂക്കുമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇല്ല എന്നുള്ള നിലയിൽ ഹാൾ കൊടുത്തിട്ടില്ല. എന്തായാലും ജന്തർ മന്തർ സീസൺ 2 ഉടൻ ആരംഭിക്കുമെന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ പറയുന്നത്. വോളണ്ടിയർമാരുടെ ഡൽഹിയിൽ നടന്ന യോഗം അവസാന നിമിഷമാണ് റദ്ദാക്കിയത്. അതിനുശേഷം ന്യൂഡൽഹിയിൽ നടന്നൊരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഇത് പറഞ്ഞത്. വോളണ്ടിയർമാരുടെ യോഗം നടത്താനായി തീരുമാനിച്ചിരുന്ന വേദി അനുവദിക്കാൻ കഴിയില്ലെന്ന് BJP സമ്മർദ്ദത്തെ തുടർന്ന് ഉടമ അറിയിച്ചുവെന്നും അഭിജിത്ത് ദീപ്കെ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ 2ാം സീസൺ എപ്പോഴാണ് ആരംഭിക്കുന്നതെന്ന് ചോദിച്ച് നിരവധി സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും ദീപ്കെ പറയുകയുണ്ടായി. എത്രയും വേഗം ജന്തർ മന്തറിൻ്റെ സീസൺ 2 ആരംഭിക്കുമെന്നാണ് അവരോട് പറയാനുള്ളതെന്നും പറയുന്നു. അപ്പോൾ അതൊരു സുഖകരമായൊരു രാഷ്ട്രീയമല്ല, അല്ലെങ്കിൽ സുഖകരമായൊരു കാര്യമല്ല. ഈ രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും അഭിജിത്ത് ദീപ്കെ ആരും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഒരുപാട് മറ്റുള്ള ശക്തികൾ ഇത് മുതലാക്കും. അപ്പോൾ അതുകൊണ്ട് അഭിജിത്ത് ദീപ്കെ കൃത്യമായൊരു സംഘടന ഉണ്ടാക്കി സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നതാണ് നല്ലത്. അങ്ങനെ സംഘടന ഉണ്ടാക്കി സാമൂഹ്യ വിഷയങ്ങൾ ഇടപെടുമ്പോൾ അതിനൊരു ഉത്തരവാദിത്വവും മറ്റു കാര്യങ്ങളും ഉണ്ടാവും. നേരത്തെ നിശ്ചയിച്ചിരുന്ന വോളണ്ടിയർമാരുടെ യോഗത്തിൻ്റെ സംഘാടകർ വേദിയിലെത്തിയപ്പോഴാണ് പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്നുള്ള വിവരം അവർക്ക് ലഭിച്ചത്. അതിനാൽ മറ്റു സ്ഥലങ്ങളിലും ഹാളുമായി തിരക്കിയെങ്കിലും അവർക്കത് കിട്ടിയില്ല. ആരും വാടകയ്ക്ക് നൽകാൻ തയ്യാറായില്ല. മുകളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ടെന്നാണ് ഇവരെല്ലാം മറുപടി പറഞ്ഞെന്നാണ് ദീപ്കെ വിശദീകരിക്കുന്നത്. BJP പ്രവർത്തകർക്ക് യോഗം നടത്താനായി സ്ഥലം വിട്ടു നൽകിയാൽ തലകീഴായി കെട്ടിത്തൂക്കുമെന്ന് ഭീഷണി പലർക്കും ലഭിച്ചതായും അഭിജിത്ത് ദീപ്കെ പറയുന്നു. ആരോപണമാണത് BJPക്ക് രാജ്യത്ത് യുവജനതയെ ഭയമാണെന്നും അവരുടെ പ്രവർത്തികൾ തെളിയിക്കുന്നു, BJPയുടെ പ്രവർത്തികൾ തെളിയിക്കുകയാണെന്നും അഭിജിത്ത് ദീപ്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ചെറിയ കാര്യങ്ങൾ കൊണ്ടൊന്നും ഞങ്ങളെ ഭയപ്പെടുത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റിദ്ധാരണയാണ്. ഒരു കാരണവശാലും നടക്കില്ല. ഞങ്ങളുടെ പരിപാടിയുമായിട്ട് മുന്നോട്ട് വരും. ജന്തർ മന്തർ 2 ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് എന്ത് വിഷയമാണ് എടുക്കുക എന്നറിയത്തില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഹോട്ട് വിഷയം ഇപ്പം നിൽപ്പില്ല രാജ്യത്ത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും വിഷയം എടുത്തുകൊണ്ട് ഇപ്പോൾ സിലബസ് പരിഷ്കരിക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തുകൊണ്ട് വരാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. CJP വീണ്ടും അരങ്ങിൽ ഒരുങ്ങുകയാണ്. ഡൽഹി ചലോ ചലോ ജന്തർ മന്തർ 2.